ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെള്ളക്കടല കൊണ്ടുള്ള ഒരു മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്. ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ ഡിന്നറിലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർക്കാം. അപ്പോൾ കടുക് ഇഷ്ടമില്ലാത്തവർ ഒഴിവാക്കിയാൽ മതി. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഹാഫ് സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ചൊന്ന് വാടി വരണം. ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു നല്ലൊരു മണം വരുമ്പോൾ ഇതിലേക്ക് ഇനി ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കും. കടല നന്നായിട്ട് വേവിച്ചിട്ടുള്ള കടലയാണ്. കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. വെള്ളക്കടലയാണ് ഇതിന് ഏറ്റവും നല്ലത്. മറ്റേ കടല യൂസ് ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ വെള്ളക്കടല തന്നെ, അതും ചെറിയ കടലയാണ് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റോ അല്ലെങ്കിൽ കുക്കുംബറൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് അതൊന്നും ചേർത്തിട്ടില്ല. കുറച്ച് മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് കുറച്ച് സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതാ പച്ചയ്ക്ക് കടിക്കുമ്പോഴാണ് ഒരു നല്ലൊരു ടേസ്റ്റാണ് ഈ കടലയുടെ കൂടെ. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കടലയുടെ ഒരു മസാലയാണ് ചിക്പീ മസാല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്